രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടതിന് ശേഷവും പിന്നെ രാധാകൃഷ്ണൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പഞ്ചാര അടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വേറെ ആരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഗുഡ്സ് ഓട്ടോ ഡ്രൈവറെ ഒരുത്തം വന്നിട്ട്, ഒരു അപരാധം വന്നിട്ട് വെടിവെച്ച് കൊന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഭാര്യയുമായിട്ടുള്ള ബന്ധമാണ്, അവരുടെ ബന്ധത്തെ ചോദ്യം ചെയ്തതാണ് എന്നെല്ലാ കാര്യവും നമുക്കറിയാം. പക്ഷെ ഇപ്പോഴും പുറത്തു വരുന്ന വിവരം, അതായത് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായത്, അത് കഴിഞ്ഞതിന് ശേഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാധാകൃഷ്ണൻ്റെ ഭാര്യയും ഈ കൊലപാതകിയായ സന്തോഷും കൂടി സംസാരിച്ചു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരമാണ്. അപ്പോഴെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ സ്ത്രീയെയും അറസ്റ്റ് ചെയ്യണം. അതായത് ഇവനെ മാത്രമല്ല, ഈ സ്ത്രീയെയും ഇതിനകത്ത് പ്രതിയാക്കണം. എന്താണെന്ന് വെച്ചാൽ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടമായിട്ടാണ്. അതായത് നീ അവനെ തട്ടിക്കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കൊണ്ട് നിനക്ക് തിരിച്ചു വരാം, അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ജീവിതം തുടങ്ങാം എന്നാണോ ഈ സ്ത്രീ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊലപ്പെടുത്തേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? അതായത് ആ മനുഷ്യനോട് പറഞ്ഞൂടെ ഈ സ്ത്രീക്ക്, ഈ താടകയ്ക്ക്, എനിക്ക് നിങ്ങളെ വേണ്ട, എനിക്ക് സന്തോഷിനെ മതി, എനിക്ക് നിങ്ങളിവിടെ ജീവിക്കാൻ താല്പര്യമില്ല, ഇറങ്ങിപ്പൊക്കൂടെ ഇതിനൊക്കെ? രാധാകൃഷ്ണൻ കൊടുക്കുന്ന വാടക, രാധാകൃഷ്ണൻ കൊടുക്കുന്ന ചോറ്, ഇതൊക്കെ തിന്നിട്ട് ഈ താടക അവളുടെ ശരീരം വീർപ്പിച്ചല്ലാതെ ഈ രാധാകൃഷ്ണന് വേണ്ടിയിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ബന്ധം തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 മാസം മുന്നെയാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സംഭവമുണ്ടല്ലോ, അതായത് വാട്സാപ്പിലൂടെ ഈ എന്താ പറയേണ്ടത്, ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം മുന്നെയാണ് ഈ രാധാകൃഷ്ണൻ്റെ ഭാര്യയും അതുപോലെ സഹപാഠിയായ ഈ കൊലപാതകിയായ സന്തോഷം തമ്മിലുള്ള ബന്ധം തുടരുന്നത്. അതായത് ഒരു റീയൂണിയൻ. ആ റീയൂണിയനിൽ പറ്റിയിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പഴയ ആ ഒരു ബന്ധത്തിലെ റീയൂണിയൻ ഉണ്ടല്ലോ, അങ്ങനെ അങ്ങ് കൈമാറി എന്നാണ് പറയുന്നത്. അതിനുശേഷം എൻ്റെ മക്കളെ, ഇതൊക്കെ നുണയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസുകൾ, ഈ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഈ സ്ത്രീയും തമ്മിൽ ഇരിക്കുന്ന ഫോട്ടോസ്, അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നുള്ള ഫോട്ടോസ്, തലാണ വരെ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇവരിങ്ങനെ നടന്നിട്ടും ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്നൊരു വ്യക്തി ഇത്രയും നാൾ പിടിച്ചു നിന്ന് തന്നെ എന്തോ ഭാഗ്യമെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ രാധാകൃഷ്ണൻ ഇവർ കൊലപ്പെടുത്തുക, ഇവർക്കറിയാം, ഇവർക്ക് കൃത്യമായിട്ടറിയാം രാധാകൃഷ്ണൻ കൊല്ലപ്പെടുമെന്ന്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ സ്ത്രീക്ക് ഇനിയാണ് പിന്നെ, പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഉളുപ്പില്ലെങ്കിൽ പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ സ്ത്രീ എന്ത് ചെയ്യണമെന്ന് അറിയാം, അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട്, അതായത് രാധാകൃഷ്ണൻ്റെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സ്ത്രീക്ക് ഇപ്പോഴും സുഖമായിരിക്കുകയാണ്. എന്താ വെച്ചാൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ ശല്യം തീർന്നു, ഇനി തോന്നുന്നത് പോലെ നടക്കാം. 2 മക്കളുണ്ട്. ആ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുത്തന്നെ 2 വലിയ മക്കളാണ്. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഈ എന്താ പറയുക, സ്വന്തം ഭർത്താവിന് ഇത്രയും നാൾ ചോറ് തന്ന് തീറ്റിപ്പോറ്റിയ ഭർത്താവിന് ഇന്നലെ കണ്ട, 3 മാസം മുമ്പ് കണ്ട ഒരുത്തന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഈ രാധാകൃഷ്ണന്മാരും അതുപോലെ തന്നെ സന്തോഷമാരും ഒരുപാടുണ്ട്. അതായത് ഇപ്പോഴൊന്നും ഇത് പുറത്തു വരില്ല. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ രാധാകൃഷ്ണൻ ഈ 3 മാസമായിട്ടും ഇത് സഹിച്ചുകൊണ്ടിരിക്കലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് വേറൊരു ബന്ധമുണ്ട് എന്നറിയാം, അവൾ പലപ്പോഴും അവൻ്റെ കൂടെ പോകുന്നുണ്ട് എന്നറിയാം. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാതെ, അതായത് എന്ത് ചെയ്യും, അത് മുതിർന്ന മക്കളാണ്, ആ മക്കളുടെ മുന്നിൽ നാണം കെടില്ലേ? അതുമാത്രവുമല്ല, ഇപ്പോൾ ഈ ഒരു സംഭവം എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് തള്ളിയില്ലാതാവില്ലേ എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഈ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരുപാട് പേര് ഇന്നും മിണ്ടാതിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാമുകന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ക്രോണിക് ബാച്ചിലറാണ്. ഒരെണ്ണത്തിന് ഭാര്യമാരുണ്ടാവില്ല. ഇപ്പോൾ ഈ സന്തോഷിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവനെന്ന് പറഞ്ഞാൽ ഭാര്യയില്ല, കുടുംബവുമില്ല, ഒന്നുമില്ല. അപ്പോൾ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ റീയൂണിയൻ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളിച്ച് പഞ്ചാര അടിപ്പിക്കൽ, അതുപോലെ ഓരോരാളിങ്ങനെ ഉറക്കി കൊടുക്കൽ, ഇതൊക്കെയാണ് അവൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ഈ രാത്രി കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ പേരിൽ നടക്കുന്ന ആഭാസങ്ങൾക്കെതിരെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പൊന്നുമല്ല ഏറ്റവും വലുത്. മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പില്ലെങ്കിലും ഇഷ്ടംപോലെ സാധിക്കുവാണെന്ന്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഈ ഗ്രൂപ്പിൻ്റെ പുറകെ പോയിട്ട് കുടുംബം നശിച്ച, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകളോ ഇല്ലെ പുരുഷന്മാർ, ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്നറിയാം, ഇതൊന്നും ആരും പിടിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സഹപാഠി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതായത് കൂടെ പഠിച്ചതല്ലേ, നിങ്ങൾക്ക് സംശയമാണ്
കൂടെ പഠിച്ച ആൾക്കാരോട് നമുക്ക് എന്തും പറയാലോ. അങ്ങനെ അങ്ങ് വിചാരിച്ചിട്ടാണ് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ പോകുന്നത്. പക്ഷേ ഇത് എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം പിന്നീട് ഇല്ല, ആ കുടുംബം നശിച്ചു എന്നുള്ളതാണ്. പിന്നെ കുറേ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂടി വെക്കാൻ നോക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാണക്കേടല്ലേ. അതായത് നാളെ മറ്റന്നാൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറഞ്ഞ് ചിരിക്കത്തില്ലേ, ഇതുപോലെ ഇവൾക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും വയസ്സിൽ ബന്ധമുണ്ട്, 43 വയസ്സായി, എന്നിട്ട് ഇപ്പോഴാണോ ബന്ധം, ഇതൊക്കെ തുടങ്ങിയിട്ട് ആൾക്കാർ ചോദ്യം വരൂലേ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആരാൻ്റെ നമുക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് പൊട്ടിച്ചിരിക്കാം എന്നുള്ളതാണ്, അല്ലാതെ ആർക്കും വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴെന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്താ പറഞ്ഞാൽ ഈ രാധാകൃഷ്ണൻ മരിച്ചതിലും കൂടുതൽ ഈ സ്ത്രീയോടുള്ള വിരോധമാണ് എല്ലാവർക്കും പറഞ്ഞത്. കാരണം ഈ സ്ത്രീയാണ് ഏറ്റവും അതിന് കാരണക്കാരി. എന്താണെന്ന് വെച്ചാൽ തനിക്ക് തൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, ഇതൊന്നും ആലോചിക്കാതെ വല്ലവനും വിളിക്കുന്നിടത്ത് പോയിട്ട് അവൻ്റെ എച്ചിൽ പാത്രവും തിന്നിട്ട് നിൽക്കുന്നതാണ് ഈ സ്ത്രീ അവിടുന്ന്. അതാണ് ഞാൻ പറയുന്നത്, ഇതിൽ ഏറ്റവും കള്ളത്തി എന്ന് പറഞ്ഞ ഈ സ്ത്രീയാണ്. ഈ സ്ത്രീ എന്നിട്ട് കേസ്, അതായത് ഈ സ്ത്രീ എന്തുകൊണ്ട് പ്രതിയാക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ഇതിനെതിരെ മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അതായത് ആർക്കും മിണ്ടാനില്ല, താല്പര്യമില്ല. എന്താ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുവങ്ങളാണ്. അതുകൊണ്ട് ആർക്കും മിണ്ടായില്ല, താല്പര്യമില്ല. വല്ല ഏതെങ്കിലും പാവപ്പെട്ടവനാണെങ്കിൽ ഓൻ്റെ സകലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ വലിച്ചു വെളിയിലിട്ടേനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ഗ്രൂപ്പുകളിൽ നടക്കുന്ന തെണ്ടിത്തരത്തെ പറ്റിയാണ്. സ്കൂൾ ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പും ഒന്നും പാടില്ല ഒരെണ്ണത്തിനും. ഇതിൽ എന്തിനാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ. അപ്പോൾ ചില ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതിനിടയ്ക്കൊരു വീഡിയോ ചെയ്തപ്പോഴേ. അതായത് ഞങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നതാണ് ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറയാം, ഒരു 80% ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കാണ്. അതുപോലെ ഒരു 20% ആൾക്കാർ നല്ല ഇതായിട്ട് ജീവിക്കുന്നുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നടക്കുന്ന കുൽസിത പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇനി നമ്മളെ ചാടിക്കടിക്കാൻ വരണ്ട. അതായത് ഇത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല, ഒരുപാട് നാളായിട്ട് തുടങ്ങിയതാണ്. പലരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരുടെ കുടുംബത്തിൽ സംഭവിച്ച ദുരന്തം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയതിൽ പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ മിണ്ടാട്ടം നഷ്ടപ്പെട്ട വീടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിക്കുന്ന വീടുകളുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഈ കുടുംബം മൊത്തം താളം തെറ്റി നിൽക്കുന്ന വീടുകളുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, ഇവരെന്താണ്, ഇയാളെന്താണ് ഇന്നലെ കുടി തുടങ്ങിയത്, ഇല്ലെങ്കിൽ ഇയാളെന്താണ് പ്രശ്നം, ഇയാൾക്ക് എന്താ പ്രശ്നം, ഇതൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതുപോലെ 24 മണിക്കൂറും ഫോണും കൊണ്ടിരിക്കുന്ന ഭാര്യ, അവളാണെങ്കിൽ പിന്നെ വേറെ ഒരുത്തിന് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് ശ്രമിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ചോദിച്ചു പോയിക്കൂടല്ലോ. ചോദിച്ചു പോയി കഴിഞ്ഞാൽ ഭർത്താവ് പിന്നെ കുറ്റക്കാരനായില്ലേ, സ്നേഹമില്ലാത്തവനായില്ലേ. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കല്ലിനോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേടിയിട്ട് പൈസ കൊണ്ടുവരണം. ആ പൈസ കൊണ്ടുവേണ്ട ഇത് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ചാറ്റ് ചെയ്യാനും പിന്നെ മറ്റേ നെറ്റ് റീചാർജ് ചെയ്യാനൊക്കെ പൈസ വേണമല്ലോ. ഇതൊന്നും കാമങ്ങാറ് കൊടുക്കത്തില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ പൈസേനെ കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ചെയ്തോ? എന്തിനാണ് ആ ഒരു പാവം മനുഷ്യനെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് സ്വന്തം ഭാര്യ അയാൾ എന്തോ പറഞ്ഞു എന്ന് കരുതിയിട്ട്, അതായത് നീ അവൻ്റെ കൂടെ പോകരുത്, അവൻ്റെ കൂടെ പോകുന്നതാണെങ്കിൽ അവൻ്റെ കൂടെ പൊക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്നയാളെ വെടിവെച്ച് കൊന്ന ആ നരദാമനെ എന്ന് പറയില്ലേ, അവന് എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ പറയുന്നത്. ഇവനെയും അതുപോലെ തന്നെ ഈ പെണ്ണുമ്പിളേനെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വരെ ഓടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ പോലും വെച്ചേക്കരുത്. ഇനിയല്ലേ ഇതിനൊക്കെ ശിക്ഷ വരാൻ പോകുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ ഉളുപ്പ് വേണ്ടല്ലേ? ഉളുപ്പില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ ഒരു സബ്സ്ക്രൈബ് യൂട്യൂബിലാണെങ്കിൽ. നന്ദി, നമസ്കാരം.